നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ടെൻഷൻ ഇല്ലാതെ ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷകൾക്ക് തുടക്കം. +2 പരീക്ഷകൾ വെള്ളിയാഴ്ച മുതൽ. ചികിത്സാ പിഴവിനെ തുടർന്ന് കല്ലൂർ സ്വദേശി കോമ അവസ്ഥയിലായെന്നാരോപിച്ച് കുടുംബവും പൗരസമിതിയും തൃശൂർ ദയ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റിൽ വീട്, സാമൂഹ്യക്ഷേമം, കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം. വരന്തരപ്പള്ളി പാളയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ കൊമ്പുകൾ അടർന്നു വീണ് അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം റോഡിൽ ഓയിൽ പരന്നു. അഗ്നിരക്ഷാസേനയെത്തി അപകടാവസ്ഥ ഒഴിവാക്കി. കുറുമാലി രാപ്പാൾ മുളങ്ങ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ വർഷങ്ങൾ പഴക്കമുള്ളതും അപകടാവസ്ഥയിലുള്ളതുമായ കലുങ്ക് പുതുക്കിപ്പണിയണമെന്ന ആവശ്യം ശക്തം. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂമ്പാറ്റ അംഗൻവാടി കലോത്സവവും ഹെൽത്തി ബേബി ഷോയും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ടെൻഷൻ ഇല്ലാതെ ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷകൾക്ക് ശുഭാരംഭം. വേനൽ ചൂടിനെ വെല്ലുന്ന പരീക്ഷാ ചൂടുമായി പരീക്ഷാ ഹാളുകളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് 1ാം ഭാഷ പാർട്ട് 1 പൊതുവെ കൂളായിരുന്നു. ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായില്ല എന്നാണ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ പറഞ്ഞത്. നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു പരീക്ഷയ്ക്കുണ്ടായിരുന്നത് എന്ന് അധ്യാപകരും പ്രതികരിച്ചു. ഇനി തിങ്കളാഴ്ചയെ പരീക്ഷയുള്ളൂ. അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനും റിവിഷൻ നടത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് സമയമുണ്ട്. കേരളത്തിലും ഗൾഫിലും ലക്ഷദ്വീപിലുമായി 2960 പരീക്ഷാ കേന്ദ്രങ്ങളിൽ 4,19,554 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. മാർച്ച് 30 വരെയാണ് പരീക്ഷകൾ നടക്കുക. ഹയർ സെക്കൻഡറിയിൽ +1 പരീക്ഷകൾ ഇന്ന് ആരംഭിച്ചു. +2 പരീക്ഷകൾ വെള്ളിയാഴ്ച തുടങ്ങും. ചികിത്സാ പിഴവിനെ തുടർന്ന് കല്ലൂർ സ്വദേശി കോമ അവസ്ഥയിലായെന്ന് ആരോപിച്ച് കുടുംബവും പൗരസമിതിയും തൃശൂർ ദയ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അമ്പല്ലൂർ കല്ലൂർ സ്വദേശി റാഫി ജോസ് വട്ടക്കുഴി മൂക്കിൽ ദശ നീക്കം ചെയ്യുന്നതിനായാണ് തൃശൂർ ദയ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം റാഫിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും കോമ അവസ്ഥയിലാവുകയുമായിരുന്നു. വിദേശത്ത് ജോലിയുണ്ടായിരുന്ന റാഫി കഴിഞ്ഞ മാസമാണ് ദയ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. റാഫിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ മൂലമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. റാഫി ഇപ്പോൾ കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിൽ കോമ അവസ്ഥയിൽ തുടരുകയാണ്. റാഫിയുടെ മുഴുവൻ ചികിത്സാ ചിലവും ഏറ്റെടുക്കുക, റാഫിയുടെ കുടുംബത്തെ സംരക്ഷിക്കുക, ചികിത്സയിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കല്ലൂരിലെ പൗരസമിതി ദയ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപേടിക, പഞ്ചായത്ത് അംഗങ്ങളായ സന്ദീപ് കണിയത്ത്, പ്രീബനൻ ചുണ്ടലപ്പറമ്പിൽ, ജിഷ ഡേവിസ്, ഗ്ലാൻസൺ പള്ളിത്തറ, ധന്യ ഷനൂജ് എന്നിവരും ഷാജു അറങ്ങാശ്ശേരി, പൗരസമിതി ഭാരവാഹികൾ, നാട്ടുകാർ എന്നിവരും പങ്കെടുത്തു. ആശുപത്രിക്കെതിരെ കളക്ടർ, DMO, സിറ്റി പോലീസ് കമ്മീഷണർ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. പെരിങ്ങാവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ദയ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരുന്ന ജനപ്രതിനിധികളായ ജെറോൺ ജോൺ, സന്ദീപ് കണിയത്ത്, പ്രിബനൻ ചുണ്ടലപ്പറമ്പിൽ എന്നിവരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. നാട്ടിൽ വന്നത് തന്നെ അത് കഴിഞ്ഞാണ് ജനുവരി ലാസ്റ്റ് ഞങ്ങൾ ജോസഫ് ഡോക്ടറെ എഴുതി പ്രിയച്ചറുള്ള ജോസഫ് നടക്കാറ് ഡോക്ടറെ എഴുതി പോയിട്ട് ഞങ്ങൾ ഇത് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്തു പറഞ്ഞു ദശയുണ്ട്. ഈ ദയ ആശുപത്രിയിലേക്ക് വന്ന ആ ചെറുപ്പക്കാരന് സർജറിക്ക് ശേഷം, ഓപ്പറേഷന് ശേഷം വെന്റിലേറ്ററിൽ കോമ സ്റ്റേജിലാക്കിയ ഈ ദയ ആശുപത്രിയുടെ മുതലാളിത്തത്തിനെതിരെയുള്ള അറവശാലയ്ക്കെതിരെയുള്ള സമരവുമായിട്ടാണ് ഞങ്ങൾ കല്ലൂരിലെ തൃക്കോ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം,
മെഡിക്കൽ കോളേജുകളിൽ വിഷയങ്ങളുണ്ട്, സർക്കാർ ആശുപത്രിയിൽ വിഷയങ്ങളുണ്ട്. മികച്ച ചികിത്സ ഉറപ്പാക്കാൻ നമ്മൾ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് വരുമ്പോഴും അവിടെയും ചികിത്സാ പിഴവിന്റെ എണ്ണം ദിനം പ്രതി കൂടി വരുന്ന സാഹചര്യം. നാം ഒരു കാര്യം ഓർക്കണം, ചെറിയൊരു ശസ്ത്രക്രിയ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇനി എന്ന് കട്ടിൽ നിന്ന് എണീക്കുമെന്നോ, എന്ന് കൈയനക്കുമെന്നോ, എന്ന് സ്വന്തം 6 വയസ്സുള്ള ഒരു മകന് ഇനി എന്നും എടുത്ത് ചുംബിക്കാൻ പറ്റുമെന്നോ പോലും അറിയാതെ അത്രയും ദയനീയാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. എന്നിട്ട് ഈ ആശുപത്രി അധികൃതരോട്, ദയയുടെ കോടാനുകോടികളുള്ള മുതലാളിമാരോട് ഈ ചെറുപ്പക്കാരനെ ഈ അവസ്ഥയിലാക്കിയ ഈ കോടീശ്വരന്മാരായ മുതലാളിമാരോട് അവന്റെ ചികിത്സാ ചെലവെങ്കിലും അടുത്ത 5 വർഷത്തിനുള്ളിൽ സ്വന്തമായി വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 5,93,80,000 രൂപയാണ് ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്ക് 1,27,858 രൂപ, സാമൂഹ്യക്ഷേമത്തിനായി 1,25,59,800 രൂപ, ഉൽപാദന മേഖലയിൽ 1,97,60,388 രൂപയും, സേവന മേഖലയ്ക്ക് 9,17,12,800 രൂപയും, പശ്ചാത്തല മേഖലയ്ക്ക് 3,77,00,000 രൂപയും വിവിധ പദ്ധതികളിലായി ആദ്യഘട്ടം എന്ന നിലയിൽ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുരമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണ ചടങ്ങിൽ പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷയായി. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ കൊമ്പുകൾ അടർന്നു വീണ് അപകടം. വലിയ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ക്ഷേത്രത്തിന്റെ നടപ്പന്തലിന്റെ മേൽക്കൂരയ്ക്കും വഴിപാട് കൗണ്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഈ സമയത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ആലിന്റെ വലിയ 3 കൊമ്പുകളാണ് 2 സമയങ്ങളിലായി അടർന്നു വീണത്. 2 കൊമ്പുകൾ ക്ഷേത്രത്തിലേക്കും ഒരെണ്ണം റോഡിലേക്കുമാണ് വീണത്. വൈദ്യുതി കമ്പിയിലേക്ക് മരക്കൊമ്പ് വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. റോഡിലേക്ക് മരക്കൊമ്പ് വീണ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് കൊമ്പുകൾ മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരത്തിന്റെ കൊമ്പുകളാണ് അടർന്നു വീണത്. അപകടാവസ്ഥയിലായി നിൽക്കുന്ന മറ്റു കൊമ്പുകളും മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം റോഡിൽ ഓയിൽ പരന്നു. അഗ്നിരക്ഷാസേന എത്തി അപകടാവസ്ഥ ഒഴിവാക്കി. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാതയിൽ ഓയിൽ പരന്നത് പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. റോഡിലെ ഓയിൽ സാന്നിധ്യം മൂലം ഒരു ബൈക്ക് യാത്രികൻ മറിഞ്ഞു വീണു. അപകടം ശ്രദ്ധയിൽപ്പെട്ട ടോൾ പ്ലാസ ജീവനക്കാരാണ് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന വെള്ളവും ലായനികളും ഉപയോഗിച്ച് റോഡ് കഴുകി വൃത്തിയാക്കി. 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഓയിൽ പൂർണ്ണമായും നീക്കം ചെയ്ത് പാത സുരക്ഷിതമാക്കിയത്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് മേഖലയിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിലവിൽ പാലിയേക്കരയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. പുതുക്കാട് അഗ്നിരക്ഷാ യൂണിറ്റിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോജി വർഗീസ്, സീനിയർ ഫയർ ഓഫീസർ സി രഞ്ജിത്ത്, ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ ശരത് പ്രസാദ്, അജിത് കുമാർ, വി വിജീഷ്, എം മനു, ഹോംഗാർഡുമാരായ എൻ കെ മോഹനൻ, എം വി ജയന്തൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യ അവബോധം വളർത്തുന്നതിനുമായി അളക്കപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂമ്പാറ്റ അംഗൻവാടി കലോത്സവവും ഹെൽത്തി ബേബി ഷോയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ടി ബെന്നി, വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സിനി ബിജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ ലിറ്റി മെജോ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വിജേഷ് കുമാർ, സജ്ജന ഷിബു, പ്രിൻസൺ തയ്യാലക്കൽ, സനൽകുമാർ, കെ രാജേശ്വരി, ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിശോധന ഉൾപ്പെടുത്തിയുള്ള ബേബി ഷോയും പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. ടീച്ചർമാരും ആയമാരും നമ്മൾക്ക്
നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്ന തുടക്കത്തിലെ തന്നെ നമ്മുടെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട പോഷകാഹാരങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട പഠന കാര്യങ്ങളിലേക്കൊക്കെ തിരിയുന്നതിന് വേണ്ടി അവരുടെ കായികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള കലോത്സവങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ്. അതിനെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. മനോഹരമാക്കുവാനും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ എല്ലാ മെമ്പർമാരും പഞ്ചായത്തിൽ സന്നദ്ധരാണ്. അതുകൊണ്ട് തന്നെ അംഗൻവാടിയിൽ പണ്ടൊക്കെ അംഗൻവാടിയിൽ കുട്ടികളെ വിടാതിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ മാത്രം പോകുന്ന അംഗൻവാടികൾ വരെയുണ്ട്. അവിടേക്ക് പോയിരുന്നു. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ അംഗൻവാടികളിലും നിറയെ കുട്ടികളുണ്ട്. അത് അവരുടെ സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ്. കുറുമാലി രാപ്പാൾ മുളങ്ങ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ വർഷങ്ങൾ പഴക്കമുള്ളതും അപകടാവസ്ഥയിലുള്ളതുമായ കലുങ്ക് പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമാകുന്നു. റോഡ് വികസനത്തോടൊപ്പം തന്നെ ദ്രവിച്ചു തുടങ്ങിയ ഈ കലുങ്കും പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം KS ജോൺസൺ ഇരിങ്ങാലക്കുട PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കുറുമാലി രാപ്പാൾ മുളങ്ങ് റോഡിലെ കുറുമാലിയിലുള്ള കലുങ്കാണ് അതീവ അപകടാവസ്ഥയിലുള്ളത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കലുങ്കിന്റെ സൈഡ് കെട്ടുകൾ തകർന്നു തുടങ്ങിയിരിക്കുകയാണ്. പാലത്തിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ച് ബലക്ഷയം നേരിടുന്ന അവസ്ഥയിലാണുള്ളത്. എന്നാൽ ഈ ശോചനീയാവസ്ഥ പരിഗണിക്കാതെ പഴയ കലുങ്കിന്റെ സൈഡ് വാളിനോട് ചേർന്ന് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ശാശ്വതമായ പരിഹാരമില്ലാതെ വെറും മിനുക്കുപണികൾ നടത്തുന്നത് ഭാവിയിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. അതിനാൽ നിലവിലുള്ള റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി തന്നെ ഈ പഴയ കലുങ്ക് പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് KS ജോൺസൺ തന്റെ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട PWD റോഡ്സ് വിഭാഗത്തിന് നൽകിയ ഈ പരാതിയിൽ അധികൃതർ എത്രയും വേഗം ഇടപെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ദുരിതത്തിലായ പുന്നൂക്കര സ്വദേശി സനൂപിനും കുടുംബത്തിനും കൈത്താങ്ങുമായി KPCC അംഗം നിഖിൽ ദാമോദരൻ. സനൂപിന്റെ വീട്ടിലെത്തി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത അദ്ദേഹം ഇനി മുതൽ എല്ലാ മാസവും കുടുംബത്തിന് കിറ്റ് എത്തിക്കുമെന്ന് ഉറപ്പു നൽകി. കൂടാതെ സനൂപിന്റെ കുടുംബത്തിന് അർഹമായ നീതി ലഭ്യമാക്കുന്നതുവരെ ആവശ്യമായ എല്ലാ സഹായങ്ങളും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും നിഖിൽ ദാമോദരൻ പറഞ്ഞു. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ, സിന്ധുമോൾ, PM രാജേഷ്, പ്രജേഷ് കരുമുത്തിൽ, സുബി നെല്ലിശ്ശേരി, ടിന ജോളി തുടങ്ങിയവരും സനൂപിന്റെ വീട്ടിൽ എത്തിയിരുന്നു. ഇദ്ദേഹത്തിന് സനൂപേട്ടൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പോലെയുള്ള ആളുകൾ, നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം എനിക്ക് ആ കാര്യത്തിലുണ്ട്. സനൂപേട്ടൻ്റെ ഒക്കെ ഈ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചെന്നൈയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു മാറ്റം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ളത്. ഈ ഒരു കിറ്റ് നേരത്തെ പ്രപഞ്ചേട്ടൻ സൂചിപ്പിച്ച പോലെ 43 പേർക്ക് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ചെറിയ ചെറിയ കിറ്റുകളായിട്ട് എല്ലാ മാസങ്ങളിലും തുടർച്ചയായിട്ട് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് നല്ല മനസ്സുകളുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മേനെ വന്ന് കണ്ട് സംസാരിച്ച് അമ്മയുടെ ഒരു വരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അന്ന് സംസാരത്തിൽ വ്യക്തമായി. അപ്പോൾ കഴിയാവുന്ന അത്രയും സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ മാസങ്ങളിലും, ഇന്നിപ്പോൾ മാർച്ച് 4-ാം തീയതി അല്ലേ, ഇനി ഏപ്രിൽ 4-ാം തീയതി, അങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ മാസങ്ങളിലും ഞങ്ങളുടെ ഒരു സഹായം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇതുകൂടെ എത്തിച്ചോളാം. അതിലിപ്പോൾ പ്രഥമചേട്ടൻ്റെയിലോ സുനിലേട്ടൻ്റെയിലോ ഞങ്ങൾ ആരെങ്കിലും കൊടുത്ത് ഞങ്ങൾ അങ്ങനെ വിട്ടോളാം. അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയുന്നു, ഞങ്ങൾക്ക് കഴിയാവുന്ന ഒരു സഹായം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു വിഷമവും വേണ്ട, ഈ കാര്യങ്ങളൊക്കെ ശരിയാവും, എല്ലാം റെഡി ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ ഏതെല്ലാം രീതിയിലാണ് ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യമായ രീതിയിലേക്ക് സഹായഹസ്തവുമായി എത്തുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ആദ്യമായി ഇന്ന് കൊടുത്തുകൊണ്ട് എല്ലാ പ്രതിമാസങ്ങളിലും ഈ കുടുംബത്തിന് വേണ്ട പലവ്യഞ്ജന കിറ്റ് ഇവിടെ കൈമാറുകയാണ്. ആ സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ
ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പങ്കെടുക്കുവാനും ആ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും സാധിച്ചു എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വത്സലേച്ചും അച്ഛനും സനൂപും ഉൾപ്പെടെ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോട്ടെ. ഇവരോടൊപ്പം നമ്മളും കൂടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. പൊങ്കോത്രയിൽ പീതവർണം ചാർത്തി കാറ്റ് ഫ്ലോ. ഭാനുമതി അമ്മയുടെ സ്നേഹപരിചരണത്തിൽ പൂത്തുലഞ്ഞ് മതിൽക്കെട്ടുകൾ. മതിൽ നിറയെ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞപ്പൂക്കളുടെ മനോഹാരിതയിൽ മനം കുളിർക്കുകയാണ് പോങ്കോത്രയിലെ വഴിയാത്രക്കാർ. റിട്ടയേർഡ് അധ്യാപികയായ കല്ലിക്കടവി ഭാനുമതി അമ്മയുടെ വീടിന്റെ മതിൽക്കെട്ടുകളാണ് ഇപ്പോൾ കാറ്റ് ഫ്ലോ ചെടികൾ പീതവർണം ചാർത്തി മനോഹരമാക്കിയിരിക്കുന്നത്. 3 വർഷം മുൻപ് വയനാട്ടിലുള്ള മകന്റെ വീട്ടിൽ സന്ദർശനത്തിന് പോയപ്പോഴാണ് ഭാനുമതി അമ്മ ഈ ചെടിയുടെ ഭംഗി ആദ്യമായി ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ മതിലുകളിൽ സ്വർണ്ണ വർണ്ണത്തിൽ പടർന്നു നിൽക്കുന്ന പൂക്കൾ കണ്ടപ്പോൾ തന്റെ വീട്ടുമുറ്റത്തും ഇത് വേണമെന്ന ആഗ്രഹം തോന്നി. അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ തൈ ഇന്ന് മതിൽ മുഴുവൻ പടർന്ന് പന്തലിച്ച് പൂത്തു നിൽക്കുകയാണ്. വള്ളിച്ചെടിയായി വളരുന്ന കാറ്റ് ഫ്ലോ മതിലുകളിലും വേലികളിലും വേഗത്തിൽ പടരുന്ന സ്വഭാവമുള്ളതാണ്. ചെറുതും മൃദുവുമായ ഇലകൾക്കിടയിൽ കൂട്ടമായി വിരിയുന്ന പൂക്കൾ ചെടിക്ക് ഒരു പൂത്താലത്തിന്റെ ഭംഗി നൽകുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് പൂക്കൾ വിരിയുന്നതിനാൽ മതിൽ കാണാൻ കഴിയാത്ത വിധം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. തിളക്കമുള്ള മഞ്ഞ നിറവും സുന്ദരമായ രൂപവും കാരണം വഴിയാത്രക്കാരും നാട്ടുകാരും ഈ പൂക്കാലം കണ്ട് ആസ്വദിച്ചാണ് കടന്നു പോകുന്നത്. അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം പ്രകൃതിയെയും ചെടികളെയും ഏറെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഭാനുമതി അമ്മയ്ക്ക് തന്റെ പ്രയത്നം പൂവിട്ടു നിൽക്കുന്ന ഈ കാഴ്ചയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ആളൂർ RMHSS പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് AC ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ലീബ രജീഷ് വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണം നടത്തി. ജനറൽ സെക്രട്ടറി TBCB, ട്രഷറർ VJ ഏഞ്ചലി, TS ശ്രീജിത്ത, ജോയിന്റ് സെക്രട്ടറി MV രാജീവ്, വൈസ് പ്രസിഡന്റ് ജോബി അരിക്കാട്ട, PT പ്രസിഡന്റ് പോളി തുണ്ടിയിൽ, സ്കൂൾ പ്രധാനാധ്യാപിക K ജൂലിൻ ജോസഫ്, പ്രിൻസിപ്പൽ TJ ലൈസൺ, വൈസ് പ്രസിഡന്റ് മേരി ആച്ചാണ്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. കുടിശ്ശിക ക്ഷാമബത്തയ്ക്കും ക്ഷാമാശ്വാസത്തിനും മുൻകാല പ്രാബല്യം നൽകി ഉത്തരവിറക്കിയ ഇടതുപക്ഷ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തൃശൂർ താലൂക്ക് കോമ്പൗണ്ടിൽ ജോയിന്റ് കൗൺസിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,930 രൂപ, പവന് 1,19,440 രൂപ. ആളൂർ ആനത്തടം ചുള്ളി വീട്ടിൽ ബെന്നി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സ്റ്റെല്ലയാണ് ഭാര്യ. ആൽബിൻ, ആൽജിൻ എന്നിവർ മക്കളും അനീല മരുമകളുമാണ്. കല്ലൂർ ആദൂർ മേപ്പുള്ളി പരമേശ്വരൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അമ്പല്ലൂർ വിളക്കത്തറ വീട്ടിൽ അപ്പു അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാർത്യായനിയാണ് ഭാര്യ. അജിത് കുമാർ, സജിത് കുമാർ, സുജാത എന്നിവർ മക്കളും. സുധ, പ്രവീണ, മുരളീധരൻ എന്നിവർ മരുമക്കളുമാണ്. വെള്ളാനിക്കോട് കണ്ണമ്പടത്തി മാത്തുണ്ണി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വരന്തരപ്പള്ളി പെട്രോൾ പമ്പിന് സമീപം MG നഗറിൽ പ്ലാക്കൻ ജോണിയുടെ ഭാര്യ ഷൈനി അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ സിൽഫ, സിറിൽ ജോൺ. നന്ദിപുലം പണിക്കാടൻ കുഞ്ചുണ്ണി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണിയാണ് ഭാര്യ. മകൻ വിമൽ. കൊടകര കൊപ്രക്കളം ദേശത്ത് പുളിക്കപ്പറമ്പിൽ രമേഷ് അന്തരിച്ചു. 54 വയസ്സായിരുന്നു.
സംസ്കാരം നടത്തി. രജനിയാണ് ഭാര്യ. രേഷ്മ, ഗ്രീഷ്മ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ടെൻഷൻ ഇല്ലാതെ ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷകൾക്ക് തുടക്കം. +2 പരീക്ഷകൾ വെള്ളിയാഴ്ച മുതൽ. ചികിത്സാ പിഴവിനെ തുടർന്ന് കല്ലൂർ സ്വദേശി കോമ അവസ്ഥയിലായെന്നാരോപിച്ച് കുടുംബവും പൗരസമിതിയും തൃശൂർ ദയ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റിൽ വീട്, സാമൂഹ്യക്ഷേമം, കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം. വരന്തരപ്പള്ളി പാളയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ കൊമ്പുകൾ അടർന്നു വീണ് അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം റോഡിൽ ഓയിൽ പരന്നു. അഗ്നിരക്ഷാസേനയെത്തി അപകടാവസ്ഥ ഒഴിവാക്കി. കുറുമാലി രാപ്പാൾ മുളങ്ങ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ വർഷങ്ങൾ പഴക്കമുള്ളതും അപകടാവസ്ഥയിലുള്ളതുമായ കലുങ്ക് പുതുക്കിപ്പണിയണമെന്ന ആവശ്യം ശക്തം. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂമ്പാറ്റ അംഗൻവാടി കലോത്സവവും ഹെൽത്തി ബേബി ഷോയും സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.